മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിച്ച ക്രൂരതയായിരുന്നു 2011 ഫെബ്രുവരി 1 നടന്നത്. റെയിൽവേ ട്രാക്കിനരികിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരു പെൺകുട്ടിയെ സമീപവാസികൾ കണ്ടെത്തുകയായിരുന്നു. ആ പെൺകുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിനും ഇരയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗോവിന്ദചാമി എന്ന ക്രിമിനലിനെ കുറിച്ച് കേരളം കേട്ടത്. കൊച്ചിയിലെ ജോലി സ്ഥലത്ത് നിന്നും ഷൊർണൂരിലെ വീട്ടിലേക്ക് പെണ്ണുകാണൽ ചടങ്ങിനായി പോയതായിരുന്നു 23-കാരിയായ സൗമ്യ. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് ഗോവിന്ദചാമി ഈ പെൺകുട്ടിയെ ആക്രമിച്ചത്. പിന്നാലെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ട്രെയിനിൽ നിന്ന് ചാടി പരിക്കേറ്റ് കിടന്ന യുവതിയെ പീഡിപ്പിച്ചു. മണിക്കൂറുകളോളം ഈ പീഡനം നീണ്ടു. അതിനുശേഷം മൊബൈൽ ഫോണും പണവും കവർന്ന് രക്ഷപ്പെട്ടു. പെൺകുട്ടിയെ നാട്ടുകാർ കണ്ടെത്തി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. 5 ദിവസം ജീവനു വേണ്ടി പോരാടിയ യുവതി ഫെബ്രുവരി 6 മരിച്ചു. ഇതിനിടയിൽ തന്നെ ഗോവിന്ദചാമി എന്ന ഒറ്റക്കയ്യൻ പിടിയിലായിരുന്നു. സേലം ഐവത്തിക്കുടി സ്വദേശിയായ ഗോവിന്ദചാമി പിടിച്ചുപറി, മോഷണം, പീഡനം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. പലവട്ടം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ഇയാൾ കേരളത്തിലെ ട്രെയിനിൽ കച്ചവടക്കാരന്റെ വേഷത്തിലായിരുന്നു. സേലം ജയിലിൽ നിന്ന് പരിചയപ്പെട്ട തൃശൂർക്കാരനാണ് ഗോവിന്ദചാമിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 2011 നവംബർ 11 ഗോവിന്ദചാമിക്ക് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. 2013 ഡിസംബറിൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു. എന്നാൽ 2016 സെപ്റ്റംബറിൽ ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവായി ശിക്ഷ കുറയ്ക്കുകയും ചെയ്തു. ജയിലിലും സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു ഗോവിന്ദചാമി. ആത്മഹത്യാ നാടകം, നിരാഹാരം, എല്ലാ ദിവസവും ബിരിയാണി എന്ന ആവശ്യം, ജീവനക്കാർക്കെതിരെ വിസർജ്യമെറിയൽ, മറ്റ് അന്തേവാസികളെ ആക്രമിക്കൽ, ഇങ്ങനെ പോകുന്നു ഗോവിന്ദചാമിയുടെ ജയിലിനുള്ളിലെ കലാപരിപാടികൾ. എന്നിട്ടും ഇയാളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ ജയിൽ അധികൃതർക്ക് വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട ഒരു കൊടും ക്രിമിനലിന്റെ ആസൂത്രണം മനസ്സിലാക്കാൻ അതീവ സുരക്ഷാ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. സെല്ലിലെ അഴികൾ മുറിച്ചു മാറ്റിയതുപോലും ശ്രദ്ധയിൽപ്പെട്ടില്ല. ജയിൽ ചാടി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇക്കാര്യം ഉദ്യോഗസ്ഥർ അറിഞ്ഞത്. അഴികൾ മുറിക്കാനുള്ള ബ്ലേഡ് ജയിലിലെ ഒരു അന്തേവാസിയാണ് നൽകിയതെന്നാണ് ഗോവിന്ദചാമി നൽകിയിരിക്കുന്ന മൊഴി. ഇതിനായി 1.5 മാസമാണ് എടുത്തത്. പാടുകൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ തുണി ഉപയോഗിച്ച് കെട്ടിവെച്ചു. എന്നാൽ ഇത്രയും നാൾ കമ്പി മുറിക്കുന്ന ശബ്ദം ആരും കേട്ടില്ല എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. ചെറിയ വിടവിലൂടെ പുറത്തേക്ക് കടക്കാൻ കടുത്ത ഡയറ്റാണ് ഗോവിന്ദചാമി പിന്തുടർന്നത്. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയിരുന്ന ഇയാൾ ഭക്ഷണം നന്നേ കുറച്ചു. ഇതിലൂടെ ശരീരഭാരവും കുറഞ്ഞു. കൂടാതെ വേഗത്തിൽ തിരിച്ചറിയാതിരിക്കാൻ താടിയും നീട്ടി വളർത്തി. എന്നാൽ ജയിലിൽ അധികൃതർ ഇതിലൊന്നും ഒരു അസ്വാഭാവികതയും കണ്ടതുമില്ല. പാൽ കൊണ്ടുവരുന്ന ഡ്രമ്മും മറ്റു പാത്രങ്ങളും ഉപയോഗിച്ചാണ് മതിലിനു മുകളിൽ കയറിയത്. കൂടാതെ രക്ഷപ്പെടാൻ ആവശ്യമായ തുണികൾ തടവുകാർ ഉണക്കാനിട്ട സമയത്ത് തന്നെ ശേഖരിച്ചു വെക്കുകയും ചെയ്തു. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദചാമിയെ പോലെ ഒരാൾ രക്ഷപ്പെട്ടത് ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളോ ജയിലിലെ സുരക്ഷ എന്ന ചോദ്യം പ്രസക്തമാണ്. ഏതായാലും ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾക്കെല്ലാം ജയിൽ വകുപ്പ് മറുപടി പറയേണ്ടി വരും. സർക്കാരിന് നേരെയും വിമർശനം ഉയർന്നു കഴിഞ്ഞു. സംവിധാനങ്ങളുടെ വീഴ്ചയാണ് കൊടും ക്രിമിനൽ രക്ഷപ്പെടാൻ കാരണമെന്നാണ് വിമർശനം. ആരെയും ആക്രമിക്കുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതു സമയത്തും ആക്രമിക്കാൻ സാധ്യതയുള്ള ആളുടെ ഈ അനായാസ രക്ഷപ്പെടലിൽ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ ആഭ്യന്തര വാഴ എന്ന വിമർശനമാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ വീണ്ടും ആ അധിക്ഷേപം ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ജയിൽ ചാടി മണിക്കൂറുകൾ മാത്രമാണ് ഗോവിന്ദചാമിക്ക് പുറത്തു കറങ്ങി നടക്കാൻ കഴിഞ്ഞത്. അതാകട്ടെ മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ട് ജനം ജാഗ്രത പുലർത്തിയത് കൊണ്ട് മാത്രം.